വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഹായ് മാസ്റ്റേഴ്സ്. ചേട്ടാ, വിധു ചേട്ടാ, വണക്കം. Thank you. ഇന്നേക്ക് ഒരു പ്രമാദമായ ദിവസം. ഓ വേണ്ട, തമിഴ് പറഞ്ഞു ഞാൻ വല്ല. இல்ல சொல்லிடுங்கோ. അപ്പടിയാ? சொல்லுங்கோ. അത്ര എനിക്കറിയാം, ഇനി എനിക്കറിയില്ല. എന്നാ വിശേഷം? ഒന്നുമില്ല, ഇന്ന് ரொம்ப പ്രമാദമാണ് ഒരു ദിനം. ഒരു സർപ്രൈസ് ഇருக்கு. கூப்பிடுங்க நீங்க. ഒരു ഡോക്ടറാണ് വരാൻ പോകുന്നത്. ആഹാ. ഓ. ആ ഒരു ഡോക്ടർ കലാകാരനാണോ എന്ന് ചോദിച്ചാൽ കലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്ടറാണ്. പക്ഷെ ഇന്ന് ഡോക്ടർ നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഡോക്ടറിനെ ആദ്യം ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ ടു കോമഡി മാസ്റ്റേഴ്സ്. ഡോക്ടർ. ഓൾറൈറ്റ് ഡോക്ടർ. സോ ദ സ്റ്റേജ് ഈസ് യോർസ്. ഞാൻ അവിടെ കാണും. എന്തെങ്കിലും ആവശ്യം നീ വിളിച്ചാൽ മതി. വിളിക്കാം. പൊക്കോളൂ. ഓ MG സോമൻ സാറാണോ? മിസ്റ്റർ വിജു പ്രതാപ്. വിധു പ്രതാപ്. മിസ്റ്റർ വിധു പ്രതാപ്. കൺഗ്രാജുലേഷൻസ്. എന്താ സർ? ഒരാളെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളുടെ ഒറ്റ പാട്ടോട് കൂടി. പാട്ടോട് കൂടി ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു അങ്ങനെയൊക്കെ നടക്കുമോ ചേട്ടാ? പാടി മഴ പെയ്യിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതെ. പക്ഷെ ആദ്യമായിട്ടാണ് പാടി ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ജീവിതത്തിലേക്ക് അങ്ങനെയുണ്ടോ? അല്ല, ആക്ച്വലി പണ്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ, അവരുടെ പേര് വിനീത് എന്നാണ് പേര്. വിനീത് രംഭ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കുറെ വർഷങ്ങൾക്ക് ബാക്ക് ആണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്. എന്തായാലും സംബന്ധായിരുന്നു. അത് അങ്ങനെയാണ്. ആ സിനിമയുടെ പേര് സർഗം. നിങ്ങൾ സിനിമാ കഥ പറ, ഇത് ശ്രദ്ധിക്കൂ. ഞാൻ ഇതുമായിട്ട് വന്നിരിക്കുവല്ലേ ഇവിടെ. എന്റെ പേര് ഡോക്ടർ ഫില ഗുണ. ഒരു ഗുണവുമില്ല, പക്ഷേ എന്റെ പേഷ്യന്റിനെയാണ് നിങ്ങൾ റെഡിയാക്കി തന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തില്. സംഭവം എന്ന് പറഞ്ഞാൽ 6 മാസമായിട്ട് ഈ കുട്ടി ഇങ്ങനെ കോമാ സ്റ്റേജിൽ നിൽക്കുമ്പോ വിധുവിന്റെ പാട്ട് കേട്ടപ്പോഴാണ് തലയനക്കിയത്. മെഡിക്കൽ മിറാക്കിൾ. അല്ല, എന്റെ പാട്ട് തന്നെ ഉറപ്പാണോ ഡോക്ടർ? ഉറപ്പാണ്. ദാസേട്ടന്റെ പാട്ടിട്ട് കേൾപ്പിച്ചു നോക്കി, MG ശ്രീകുമാറിന്റെ പാട്ടിട്ട് കേൾപ്പിച്ചു, എല്ലാ പാട്ടുകളും ഇട്ട് കേൾപ്പിച്ചു നോക്കി. പക്ഷെ വിധുവിന്റെ പാട്ട് ഇട്ടപ്പോഴാണ് തല ഇങ്ങനെ. അത് ഏത് പാട്ടാ? അത് ഏത് പാട്ടാണെന്ന് ഫുള്ള് കേൾക്കാൻ പറ്റില്ല. അപ്പോഴേ കറണ്ട് പോയി. അല്ലെങ്കിൽ ഇയാള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേനെ. അല്ല, ഇതിപ്പോ പുള്ളിക്കാരി കോമ സ്റ്റേജിൽ എങ്ങനെയായി? കോമ സ്റ്റേജിൽ ആകാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അസുഖമായിട്ട് എന്റെ ക്ലിനിക്കിൽ വന്നതാണ്. അപ്പൊ ഞാൻ ഈ ഗാനഭൂഷണമൊക്കെ പാസ്സായിട്ടുള്ള ആളായത് കൊണ്ട് ഞാൻ ഒരു കുസൃതിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയതാണ്. ആ പാട്ടിലാണ് ഇദ്ദേഹം കോമ സ്റ്റേജിലാവുന്നത്. ആ കുസൃതിയാണ് ഇങ്ങനെ കിടക്കുന്നത്. കുസൃതിയാണ്. അതാണ് മെഡിക്കൽ മിറാക്കിൾ. ഇനി വിധുവിന്റെ പാട്ട് കേട്ടിട്ട് വേണം ഇവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഓ, പക്ഷെ സാർ അത് ഏത് പാട്ടാന്ന് കാര്യം ചെയ്യാം. മിഥുന്റെ 2 പാട്ട് പാടി. സാറിന് എന്തെങ്കിലും ക്ലൂ വല്ലതും ഉണ്ടോ സാർ? അട്ടക്കടി, അട്ടക്കടി, ഒട്ടക്കുളം. വാളെടുത്താലാണ് സാർ ഉദ്ദേശിക്കുന്നത്? ഉറപ്പാണോ? ഉറപ്പതാണെന്നാണ് എന്റെ ഒരു സംശയം. ആണോ? ജിൽ പാട്ടല്ലേ, സോഫ്റ്റ് സോങ് വല്ലതും ആയിരിക്കോ? എനിക്കറിയില്ല. പക്ഷെ ഡോക്ടർ അത്രയും ഉറപ്പ് പറഞ്ഞ എന്തെങ്കിലും 2 വരി പാടൂ. എന്നാ പാടി നോക്ക്. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചാലോ. അതെ അതെ. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണ്ണത്തിന് കാവലല്ലോ ജോലി. കുറുമ്പ് വന്നാൽ കറുമ്പലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴിക്കുഴിക്ക കുളത്തിലെ കോലി. മടയന്റെ മകളെ, ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി ഉരിയാട. പുല്ലു തിന്നു പല്ലു പോയൊരു പുലിയാണു തിന്നക തിന്നക. അന്നക്കടി നെറ്റിപ്പട്ടം അടുക്കല്ലിൽ അരച്ചു നിന്നെ ദോഷിച്ചുകൊള്ളാം. പൊട്ടക്കുള്ളം അന്നക്കടി നെറ്റിപ്പട്ടം അടുക്കല്ലിൽ അരച്ചു നിന്നെ ദോഷിച്ചുകൊള്ളാം. നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 6 മാസമായിട്ട് നിങ്ങൾ കോമയിലായിരുന്നു. നടന്നു. ഒരു കുഴപ്പമില്ല. ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത്. വിധു പ്രതാപാണ് നിങ്ങളെ രക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാം സാക്ഷികളാണ് കേട്ടോ. ഞാൻ ഈ കുട്ടിയെല്ലാം സാക്ഷികളാണ്. ഇദ്ദേഹത്തിന്റെ വാളെടുത്താന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ താങ്കൾ എണീറ്റു. ദൈവം, എനിക്ക് എന്തൊരു ഇഷ്ടമെന്നറിയോ വിധുവിനെ. താങ്ക് യു. എന്തിനാ ഡോക്ടറെ 6 മാസം എന്റെ കളഞ്ഞത്? 6 മാസം ഞാൻ ഈ വീൽ ചെയറിൽ ഇരിക്കുമല്ലായിരുന്ന. ആദ്യത്തെ മാസം തന്നെ വിധുവിനെ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു പോരായിരുന്നു. എന്റെ അസുഖം മാറിയേനല്ലോ. എനിക്കറിയാം നിന്റെ അസുഖം വിധുവിനെ കാണാൻ വേണ്ടി. കണ്ടോ? വിധുവിനെ കണ്ടില്ലേ? അസുഖം മാറിയില്ലേ? മാറി. സന്തോഷമായില്ലേ? അതെ, സോമൻ സാർ മാറിപ്പോയോ? സാറല്ല, എക്സൈറ്റ്മെന്റിൽ അവിടെ അസുഖം മാറി. പിന്നെ സോമൻ മാറുന്നില്ല. അസുഖം മാറുന്നതിന് വരെ ഉള്ളൂ സോമൻ. എന്തായാലും ചേച്ചി കൺഗ്രാചുലേഷൻസ്. തിരിച്ചു കിട്ടിയല്ലേ ചേച്ചിക്ക് ചേച്ചിയുടെ ലൈഫ്? സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ആളുടെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്തി കൊടുക്കുന്നത്. സാധാരണ തകർക്കാറേ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ
6 മാസമായിട്ട് എത്ര രൂപ എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്? ഒരു 10 ലക്ഷം രൂപയോളം മേടിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ എന്നെ ചികിത്സിക്കാൻ വേണ്ടിട്ട് ഡോക്ടർ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ 10 ലക്ഷം രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. തരാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നിങ്ങളല്ലല്ലോ എന്റെ അസുഖം മാറ്റിയത്. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എന്നെ അസുഖം മാറ്റിയത് വിധുവാണ്. വിധുവിനാണ് പൈസ കൊടുക്കേണ്ടത്. ശരിയാണ്. എന്റെ ഹോസ്പിറ്റലിൽ വന്ന് എത്രയും ദിവസം നിങ്ങൾ ഇവിടെ കിടന്നിട്ടുണ്ട്. നിങ്ങൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട. നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ. ഞാൻ പാട്ട് പാടിയാണ് നിങ്ങളെ ഈ കോമയിലാക്കി. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. അതിന് വീണ്ടും എനിക്ക് നിങ്ങളെ കോമയിലാക്കാൻ പറ്റും. എങ്ങനെ പറ്റും? മധുമൊഴിരാതെ നിന്നെ തേടി അയ്യോ ഒന്ന് സപ്പോർട്ട് ചെയ്യും മാറ്റത്തേക്ക്. അപ്പോഴേ ഇനി ഇത് പാടിയാ വീണ്ടും ഒക്കെ ബോധം തെളിയും. ബോധം തെളിയുന്നതിന് ഞാൻ കൊണ്ടുപോവാ. അതിന്റെ ബാക്കി പാടി പൊക്കോ. ഓ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ പാട്ടൊക്കെ കേട്ട് ഞാൻ തളർന്നു പോകുന്ന എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ മൂഡ് മാറ്റി പിടിക്കണം. എന്താ ചെയ്യാൻ പറ്റാ? ഈ നോക്കൂ, മുറ്റത്തൊരു പാട്ടുകാരൻ. പിന്നെ നമ്മുടെ ജീവൻ ടോൺ ഇരിക്കുന്നത്. ജീവൻ ടോൺ ഞങ്ങൾക്ക് ഇത്തിരി ടോൺ തരാൻ വേണ്ടി ഒരു അടിപൊളി പാട്ട്. പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ. പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. ചേച്ചിക്കൊക്കെ ഇങ്ങനെ പാട്ട് പാടി കൊടുക്കാറുണ്ടോ? അവൾ എന്റെ അടുത്ത് ചോദിക്കാറില്ല അങ്ങനെ ഇങ്ങനെ. ചുമ്മാ വെറുതെ അങ്ങോട്ട് വല്ലപ്പോഴും നിൽക്കുമ്പോ എന്നാലും ഒരു പാടുവോ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. വല്ലപ്പോഴും വെരി റയർ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഓഫ് സോങ്സ് എങ്ങനെയാ? മെലഡി എല്ലാം കേൾക്കും ദീപ്തി. മെലഡി ആയിരിക്കും കൂടുതൽ, ഓരോ മൂഡ് അനുസരിച്ച്. ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ ഓളപ്പാട്ടുണ്ടാവും. അപ്പോഴൊക്കെ വൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സോങ്സ്. അങ്ങനെ ഇന്ന സോങ് എന്നുള്ളതില്ല, ആ ഒരു മൂഡ് അനുസരിച്ച് ചോദിക്കും. എന്റെ അടുത്ത് ചോദിക്കില്ല, ഇതിടും. ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന ഏത് പാട്ട് പാടാനായിരിക്കും? സ്റ്റേജിൽ അത് സ്റ്റേജിൽ മാത്രമല്ല, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ആണെങ്കിലും. സുഖമാണി നിലാവുണ്ട്, അങ്ങനെ കുറെ ഈ പാളെടുത്താല് ചോദിക്കും. പിന്നെ എന്തോ മൊഴിവ എന്ന് പറഞ്ഞൊരു ആൽബം സോങ് ഉണ്ട്. അങ്ങനെ കുറച്ച് പാട്ട് മെലഡീസ് ആണ് എന്തെന്ന് കൂടുതൽ. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്ന സോങ്സ് തന്നെയാണ് എല്ലാരും പാടാനും റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്രുചേട്ടനോട് പക്രുചേട്ടാ പാടാൻ പറയോ അതോ വേണ്ട പാടാന്ന് കഴിഞ്ഞ പറയോ? ദിവസം ഞങ്ങളൊരു പ്രോഗ്രാമിന് ഞങ്ങൾ ഗുജറാത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കിറ്റിന് മുമ്പായിട്ട് വിധുവിന്റെ ഒരു പെർഫോമൻസ്, അത് ഒരു 3-4 എന്താ പറയുന്ന പാട്ടുകൾ ഒന്നിച്ച് ഉള്ളൊരു സെഷനാണ്. അതിലാദ്യം ദർശന പാടിയിട്ട് ഓഡിയൻസിനെ പാട്ട് പഠിപ്പിച്ചു പുള്ളി. അവരെ കൊണ്ട് മുഴുവൻ പേരെ കൊണ്ടും പാടിച്ച് അത് കറക്റ്റായിട്ട് ഭയങ്കര വൈബായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ സെലക്ഷൻ ഇട്ടിട്ടാണ് നമ്മുടെ ഒരു കയറ്റം. മനസ്സിലായോ? അപ്പൊ ഓഡിയൻസ് നല്ല ഇളകി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ മേളിൽ കളിക്കണം. എന്നാലേ പിടിക്കുള്ളൂ. അങ്ങനത്തെ അതുപോലെ മേളിൽ കളിച്ചിട്ട് അതായത് എനിക്കൊരു ഭാഗം കിട്ടുന്ന പക്രുചേട്ടന്റെ കൂടെ കുറെ നമ്മൾ നോർത്ത് ഇന്ത്യ ഒത്തിരി സ്റ്റേജസ് ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയ എക്സ്പീരിയൻസ് ആണ് ഇവരൊക്കെ കൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ക്രൗഡിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഞാൻ ഇങ്ങനെ നോക്കിക്കാണും ഇവരെല്ലാവരും പോകുമ്പോൾ ചേട്ടൻ എങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു ടോട്ടൽ പ്രോഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ടീം എഫേർട്ടാണ്. അപ്പൊ അത് വിജയിക്കുമ്പോൾ അതൊരു കണക്ഷനുള്ള അങ്ങനെ വിജയിച്ചു പോകുമ്പോൾ അത് പ്രോഗ്രാമിനും ഗുണം ചെയ്യും ഒത്തിരി. ഒരു തവണ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു പാട്ടുകാരനാണ്, പിന്നണി ഗായകനാണ്, വിധു പ്രതാപ് നയിക്കുന്ന ഗാനമേള, അതിനിടയിൽ നമ്മൾ ഇന്റർവ്യൂ. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ പാട്ട് കഴിഞ്ഞാൽ ചില ഗായകര് മാറി നിന്നിട്ട് വേറെ പരിപാടിക്ക് പോകും. പക്ഷെ സ്കിറ്റ് അല്ലെങ്കിൽ തമാശ പ്രോഗ്രാം ആണെങ്കിൽ വിധു ഇരുന്നിട്ട് ഓഡിയൻസിനേക്കാൾ നന്നായിട്ട് ചിരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ഭയങ്കരമായിട്ട്. കാരണം 2-3 തവണ കണ്ടാണേലും അത് എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ചേട്ടാ അതിനകത്തൊരു കൗണ്ടർ അങ്ങനെ പറയേണ്ടതല്ലേ. എല്ലാം ഏതോ ഒരു ഷോയില് സ്കിറ്റും കളിച്ചല്ലേ. അടിപൊളി അടിപൊളി. എനിക്കും കൊതിയാവുന്നു ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കൂടെ വന്ന് സ്കിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി. അതിനാണ് ഞങ്ങൾ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ടീമല്ലേ. ഉത്തുംഗ ശൃംഗാദി ബൃങ്കാദി എണ്ണ ഉപയോഗിക്കൂ, നിങ്ങളുടെ മുടി സംരക്ഷിക്കൂ. ഈ എണ്ണ ഉപയോഗിച്ചാൽ നിങ്ങളുടെ തലയിലെ പേന്, താരൻ, ഈര്, മോര്, തൈര് തുടങ്ങിയവ നിശേഷം മാറുന്നതാണ്. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല.
ഉത്തുംഗ ശൃംഗാതി ബൃങ്കാതി എണ്ണയുടെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി നിങ്ങൾ വഞ്ചിതരാവാതിരിക്കൂ. അപ്പൊ ഈ പരസ്യത്തിൽ കണ്ട എണ്ണയാണ് പ്രശ്നം. ആണ് സാറേ, ഈ എണ്ണയാണ് എന്റെ ജീവിതം തൊലച്ചത്. വിശദമാക്കി പറയൂ. അതെ സാറേ, എന്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നേ. അപ്പൊ കല്യാണത്തിന് എന്റെ മുടി നല്ല സ്റ്റൈലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ എണ്ണ വാങ്ങിച്ച് തേച്ച് എന്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി സാറേ. ബാബു ആന്റിന്റെ മുടി അടക്കുന്നാണ്ട് ഇത്രയും നീളം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ കണ്ട ഇത് പശു നക്കിയത് പോലെ ആയി. എനിക്ക് എന്റെ മുടി വേണം സാറേ, മുടി വേണം. നീ മുടി വേണം എന്ന് പറഞ്ഞാൽ ഞാൻ വിഗ് ഉണ്ടാക്കണ ആളല്ല, ഞാൻ ഇവിടുത്തെ ജഡ്ജിയാണ്. സാറേ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് മുടി വേണം, മുടി വേണം. എനിക്ക് അത്രയ്ക്ക് അർജന്റ് നെഞ്ചത്തുനിന്ന് പറിച്ച് തല ഒട്ടിച്ച് വെക്കണം. നെഞ്ചത്ത് പറിക്കാൻ പറ്റൂല. തലേ തേക്കുന്നതിന്റെ ബാക്കി ഞാൻ നെഞ്ചത്താണ് തേച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവിടെ മുടിയില്ല. വക്കീലുണ്ടോ? വക്കീലുണ്ടാന്നാ എന്റെ പൈസക്കാണ് വക്കീലുണ്ടാകും. ആ ചുമ്മാതല്ല, പുള്ളിക്കാരന് ഉച്ചയ്ക്ക് കാണാഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടോണ്ടിരുന്നേ. വക്കീലുണ്ടല്ലേ? ഉണ്ട്. വക്കീൽ ഓക്കെയാണോ? ഓക്കെയാണ് സാർ. നമുക്ക് കീച്ചിയാലോ? സാർ 3, 4. ഓക്കെ. സസ്പെൻഷൻ. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ഈ കോടതി ലോകാരോഗ്യ ഇയാള് എന്നാ പിടി സസ്പെൻഷൻ. സോറി സാർ, ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തുവാ വായിന്ന് പോയെ? ഞാനൊരു വക്കീലാണ്, ശ്രമിക്ക്. ഈ കോടതിയിൽ ഘോരഘോരം ബാധിക്കുന്ന ഒരു വക്കീലാണ് നെയ്യ് ഡാൽഡ. യു ട്രൈ അഗൈൻ. എന്താണ് പേര്? ഉത്തുംഗ ശൃംഗാതി ബൃങ്കാതി. യുവർ ഓണർ, എന്റെ കക്ഷിയുടെ പേരും ഈ എണ്ണയുടെ പേരും ഒന്നാണ്. അപ്പൊ ഇവിടെ അച്ഛന്റെ പേര് കൊപ്പറയെന്നാണ്. അല്ല സാറേ, ഞാൻ പറഞ്ഞ എണ്ണയുടെ പേരാണ്. എന്റെ പേര് പ്രദീപ്. ഓക്കെ. മിസ്റ്റർ പ്രദീപ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരുപാട് മുടിയും പൊടിഞ്ഞു മുങ്ങി അടക്കിയ ആൾക്കാരെ പോലും നോക്കാതെ. വീട്ടുപേര്? മൊട്ടക്കുന്ന്. അട്ടി, ആ തല കണ്ടിട്ട പേരായിരിക്കും അല്ലേ? ഇവിടെ ഈ സൈഡിൽ ഒരു എച്ച് എഴുതി കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഇറക്കാം, തറവാടെങ്കിലും കിട്ടും. ബഹുമാനപ്പെട്ട കോടതി, എന്റെ ഈ കക്ഷി പരസ്യത്തിൽ കണ്ട ഒരു എണ്ണ വാങ്ങി ഉപയോഗിച്ചു. കാരണം അദ്ദേഹത്തിന്റെ കല്യാണമായതിനാൽ തലമുടി തഴച്ചു വളരുവാൻ വേണ്ടി തന്മൂലം. അപ്പൊ തലക്കല്ലേ പ്രശ്നം? തലയ്ക്കാണ് പ്രശ്നം. ആ തന്മൂലം. തന്മൂലം അദ്ദേഹത്തിന്റെ മുടി കൊഴിഞ്ഞു പോയി. ആ എണ്ണയാണ്. ആ എണ്ണയുടെ പേര് പറയൂ. ആ എണ്ണയുടെ പേര് പറയൂ. സാറെന്ന് പറ സാർ. ആ എണ്ണയുടെ പേര് പറയാൻ പറ്റത്തില്ല. ഈ കേസ് ഞാൻ തള്ളി 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 ഇത്രയും ദിവസം കൊണ്ടുവന്ന്. ഉത്തുംഗ ശൃംഗാതി ബൃങ്കാതി എണ്ണ. ആ എണ്ണ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ തലമുടി നഷ്ടമായതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 322, IPC 538, IPC 126 ഞാൻ പഠിച്ച സമയത്ത് ഇത് നൂലാനുണ്ട് സാറേ. ആ സമയത്ത് ഞാൻ കളിപ്പാട്ട സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു. അവസാനത്തെ ഏതായിരുന്നു? 126. കിട്ടി 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 കിട്ടി. അപ്പൊ ഈ വകുപ്പുകൾ പ്രകാരം ഈ എണ്ണ വിപണിയിൽ ഇറക്കിയ അതിന്റെ നിർമ്മാതാവിന് തൂക്കുകയർ വാങ്ങി കൊടുക്കണം. എന്റെ പെണ്ണുമ്പിളക്ക് ഞാൻ ഇതുവരെ ഒരു ചുരിദാർ മേടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ പ്രതിക്ക് ഞാൻ തൂക്കാർ മേടിച്ചു കൊടുക്കാൻ പോകുന്നു. വധശിക്ഷ വാങ്ങി കൊടുക്കണം. 2 മുടി പോയാൽ അവനെ കൊല്ലണം അല്ലേ? എന്നിട്ട് അവന്റെ ചടങ്ങിന് ഒന്നും ഇഡ്ഡലി ഇല്ല. ആ നാക്കം നീട്ടിയെ അറത്തിയാൻ വെക്കും. എന്നിട്ട് എന്തോന്ന് വിളിച്ചാൽ ബ്ലന്തോന്ന് കേൾക്കുള്ളൂ കേട്ടോ. പിന്നെ പ്രതി വന്നിട്ടുണ്ടോ? എന്നാ വിളിച്ചു കയറ്റി. കേസ് നമ്പർ 112/2024. സാറേ, ആ എണ്ണയുടെ പേരെന്താ? ഒരു അറ്റാക്ക് കഴിഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കോ? ഉത്തുംഗ ശൃംഗാതി ബൃങ്കാതി എണ്ണ. അതെ തന്നെ. ആ എണ്ണ കൊടുത്ത് വഞ്ചിച്ച കേസിലെ പ്രതി എണ്ണക്കാട് തുളസി ഹാജരുണ്ടോ? 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 ഹാജരുണ്ട്. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. കൂട്ടിക്കറി. നമസ്കാരം. കൂട്ടിക്കറി. നമസ്കാരം സാറേ. മിസ്റ്റർ എണ്ണക്കാരൻ തുളസി. എണ്ണക്കാരനല്ല സാറേ, എണ്ണക്കാട് തുളസി. ഓക്കെ, എണ്ണക്കാട് തുളസി. ഓ. ഈ തല കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓപ്പർ ഹെയർ സ്റ്റൈൽ. ഇത് എവിടെ നിന്നാണ് മുടി വെട്ടുന്നത്? സാറേ, ഇയാളെ കമ്പനി എണ്ണ വാങ്ങിച്ച് തേച്ചിട്ടാണ് എന്റെ മുടി മൊത്തം കൊഴിഞ്ഞത്. സാറേ ചുമ്മയാണ് സാറേ. എന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ഉത്തമൻ. അവൻ എണ്ണ തേക്കല്ല, കുളിക്കോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് എണ്ണ തേച്ച് വെച്ചാൽ ഈ മുടിയെല്ലാം പോണത്? സാറേ ഒന്ന് പറഞ്ഞു കൊടു സാറേ. പിന്നല്ലാതെ എനിക്കറിയാവുന്ന കേസാ സാറേ. ഞാൻ കോടതിയിൽ സത്യം പറയൂ. അതെ, കറക്റ്റ് ആണ്. സത്യം പണയുന്ന ഒരാള്. തനിക്ക് വക്കീലുണ്ടോ? വക്കീലുണ്ട്. വക്കീലിന്റെ പൈസയും മേടിച്ചിട്ട് ഇവിടെ ഉണ്ടല്ലേ. ഇവന്റെ വക്കീൽ ഓക്കെയാണോ? ഓക്കെയാണ് സാർ. നമ്മൾ കീച്ചിയാലോ? സാർ 3, 4. Objection, Your Honor. Yes, Your Honor. No, Your Honor. That's all, Your Honor. ഇന്നത്തെ കോടതി കഴിഞ്ഞ് പിരിച്ചു വിട്ടു. സാറേ കോടതി പിരിഞ്ഞില്ല. ഇനി നീ എന്തിനാ എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞേ? സാറേ ഇന്ന് വരെ ഞാൻ ഈ കോടതി വന്നിട്ട് സാറെല്ലാം വാ തുറക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് എന്തെങ്കിലും പറയണ്ടേ? കൊതിമൂത്ത് പറഞ്ഞാണ്. അല്ലാതെ വായിക്കൂടൊക്കെ വെള്ളം വന്നിരിക്കുന്നു. പറഞ്ഞു. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം 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 സത്യം. സത്യം.
ഇതിനകത്ത് ആരാ കഞ്ചാവ്? ഇത് ആരോടാ പറഞ്ഞേ? ഇവിടെ താനൊരു കാര്യം ചെയ്യടോ, തന്റെ കോട്ട് ഊരി അവനോട് അവൻ നല്ല ബാധിക്കും. ഇത് ഞാൻ പറയണ്ടല്ലേ, നീ എന്തിനാ പറഞ്ഞത്? സാറ് വന്നിട്ട് മിണ്ടാകുന്ന പിന്നെ എനിക്ക് പറയണ്ടേ സാറേ? മിസ്റ്റർ മരണക്കിണർ തുളസി എണ്ണക്കിണറ് എണ്ണക്കാട് അതാണ്. തെറ്റിച്ച് പറയല്ലേ? ബഹുമാനപ്പെട്ട കോടതി, ഈ നിൽക്കുന്ന എണ്ണക്കാട് തുളസിയെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. യു പ്രൊഡ്യൂസ്. അതല്ലേ ഏത് സ്ഥിരം പറയുന്ന പറയാ. എനിക്ക് തെറ്റിയതാട്ടോ, സത്യം എനിക്ക് തെറ്റിയതാ. എനിക്ക് ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, എല്ലാം ക്ഷമിക്കണം. യു പ്രൊജക്ട് പറഞ്ഞ് വേറെ കോടതി പോവാൻ എനിക്കാന്ന് പറഞ്ഞ പറ. ഞാൻ പഠിച്ചതാണല്ലോ അത്. അത് സ്ഥിരം പറയുന്നത്, സ്ഥിരം പറയുന്ന സാധനം. അയ്യോ സത്യം, വീണ്ടും തെറ്റിയ മനുഷ്യന്റെ കാര്യമല്ലേ, മനുഷ്യന്റെ തെറ്റി. യു പ്രസീത ചാലക്കുടി. മിസ്റ്റർ എണ്ണക്കാട് തുളസി, നിങ്ങൾ എങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്? എണ്ണ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അതായത് വെറൈറ്റി രീതിയിലാണ് ഞാൻ എണ്ണ ഉണ്ടാക്കി എല്ലാ വിപണിയിൽ ഇറക്കുന്നത്. പറയൂ. അതായത് കാട്ടിൽ കയറും. കാട്ടിൽ കയറുവോ? പിന്നെ നിങ്ങളെ വീട്ടിൽ കയറാൻ പറ്റും. അടിക്കാൻ പൊട്ടിക്കും പറഞ്ഞോട്ടെ സാറേ, കാട്ടിൽ കയറിയിട്ട് വന്യമൃഗങ്ങളായ കുരകനെ എടുക്കും. കുരകനെ പിടിച്ച് അതിന്റെ പല്ല് ഊരിയെടുക്കും. സിംഹത്തിന്റെ ജട മൊത്തത്തിൽ ഊരിഞ്ഞെടുക്കും. എന്നിട്ട് കാട്ടുപോത്തിന്റെ കായ എടുക്കും. അതാണ് മെയിൻ ഐറ്റം. കാട്ടുപോത്തിന്റെ കായ എടുത്ത് ഇതിൽ മരുന്നിൽ ചേർക്കും. കാട്ടുപോത്തിന്റെ കായ അല്ല, അത് നിർബന്ധമാണോ അത്? പിന്നെ അതാണ് ഇതിന്റെ മെയിൻ ഐറ്റം സാറേ. അത് കാട്ടുപോത്തിന്റെ കാ ഞാൻ പഠിച്ച പുസ്തകത്തിലൊന്നും കായില്ലായിരുന്നു സാറേ. നിനക്കറിയാം അവിടെ ശൃംഗാതി എണ്ണ. അയ്യോ, അവിടെ ചോദിക്കണ്ടായിരുന്നു. ഗൂഗിൾ പ്ലീസ് കാട്ടുപോത്തിന്റെ കാ ഇമേജസ്. ചുമ്മാ സാറേ, കാട്ടുപോത്തിന്റെ കായെന്ന് പറഞ്ഞൊരു സാധനം ഗൂഗിളിൽ പോലും ഇല്ല, കത്തിച്ചതാണ്. ഒരു കാര്യം ചെയ്യ്, നീ ഒരു 15,000 അടച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഒരു കേസ് കൂടെ ഉണ്ട്. കാട്ടിൽ കയറി വന്യമൃഗങ്ങളെ കൊന്നു. ആര് കൊന്നു? നീ കൊന്നു. ചെമ്പരത്തിയാലും അങ്ങോട്ട് പുഴിഞ്ഞിട്ട് ചുടുകല്ല് പൊടിച്ചിട്ടിട്ട് പെബിക്കൊള്ളിട്ട് ഇളക്കിയതല്ലേ നമ്മൾ നീ കൊന്നെന്ന് പറഞ്ഞു. സാറേ, ഈ കൊന്നെന്ന് പറഞ്ഞാലേ പരസ്യത്തിനകത്തൊരു ഗുമ്മുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ കൈ നിട്ടൊക്കെ പറയുന്നത്. ഒബ്ജക്ഷൻ. നീ ഇപ്പൊ ഒബ്ജക്ഷൻ പറയേണ്ട കാര്യം എന്ത് വന്നു? എടാ, കോടതി വന്നാണ് ഒബ്ജക്ഷൻ പറയണം, അല്ല നിന്റെ വീട്ടിലല്ല ഒബ്ജക്ഷൻ പറയണ്ട. നിങ്ങൾ അനങ്ങായിക്കുന്നേ. ക്ലൈമാക്സ് പറഞ്ഞ ആരും അനങ്ങരുത്, ഫ്രീസായിട്ട് ഇരിക്കണം. ഒട്ടുകൂടി വെച്ച് തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും. ഇവിടെ സൈഡ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ കക്ഷി തികച്ചും നിരപരാധിയാണ്. ആണ് സാർ. എന്റെ കക്ഷി താങ്കളോട് എണ്ണ മേടിക്കാൻ പറഞ്ഞു. ഇല്ല സാറേ, അമ്മച്ചിയാണ് പറഞ്ഞില്ല സാറേ. ഈ എണ്ണ തേച്ചാൽ മുടി കിളിർക്കുമെന്ന് എന്റെ കക്ഷി പറഞ്ഞു. ഇന്ന് വരെ ഒരാളത്തും ഞാൻ പറഞ്ഞിട്ടില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ കക്ഷി തികച്ചും നിരപരാധിയാണ്. സാറേ, ഞാനൊരു പരസ്യം കണ്ടിട്ടാണ് ഈ എണ്ണ വാങ്ങിച്ചത്. ഒരു സിനിമ ആടി വന്നിട്ട് പറഞ്ഞ് ഈ എണ്ണ തേച്ചു കഴിഞ്ഞാൽ മുടി നല്ല തഴച്ച് വളരുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ എണ്ണ വാങ്ങിച്ച് തേച്ചത് സാറേ. ആ പരസ്യം ഞാൻ കണ്ടാണല്ലോ. ബഹുമാനപ്പെട്ട കോടതി, ഈ കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ ശിക്ഷാർഹമാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരസ്യത്തിൽ അഭിനയിച്ച സിനിമാ നടിയെ വിളിച്ച് കോടതിയിൽ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു. ആ സിനിമാ നടിയെ വിളിച്ചു കയറ്റു. കേസ് നമ്പർ 112/2024. അയ്യോ എന്റെ പൊന്നു സാറേ, ആ എണ്ണയുടെ പേര് ഒന്നുകൂടി പറയോ? ശൃംഗാതി എണ്ണ. ആ എണ്ണയുടെ പരസ്യത്തിൽ അഭിനയിച്ച സിനിമ സീരിയൽ താരം മഞ്ഞുമൽ ഗീത ഹാജറുണ്ടോ? ഹായ് കോടതി, നമസ്കാരം. എന്റെ പൊന്നിത് സെറ്റ് ഇട്ടേക്കളാ. മേസ്ത്രിയാണ് ഈ സെറ്റ് പണിതാ. മേശരിയോ? അല്ല, കൊട്ടുവടിയൊക്കെ ഉണ്ടല്ലോ. പണി കഴിഞ്ഞില്ലേ? ഒരു സ്റ്റൂളും കൂടെ ഉണ്ടാകും. വെറുതെ എല്ലാം മുഖമൊക്കെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ മേശരി ഒന്നുമല്ല, ഞാൻ ഈ പെരക്കാത്ത മെയിൻ ആളാണ്. ഞാൻ ഇവിടുത്തെ ജപ്തിയാണ്. ജംബോ സർക്കസ്. ഞാൻ ആരടാ? ശൃംഗാതി എണ്ണ. സാർ ഇവിടുത്തെ ജഡ്ജാണ്. ആ ജഡ്ജി. ഒപ്പ് പഠിച്ച് ജയിക്കണ്ടായിരുന്നു. സോറി സാറേ, ഞാനേ 4 മണിപ്പൂവിലെ സംഗീതയാണെന്ന് വിചാരിച്ച് ക്യാരക്ടറായി പോയതാ. ആ ക്യാരക്ടർ വിട്. ക്യാരക്ടർ എന്നിട്ട് മഞ്ഞമ്മൽ ഗീതയിലേക്ക് വാ. താന്ന് വാ, താഴെ വാ. പറയണ്ണ കേറ് സാറേ. ഓക്കെയാ, കൂട്ടിക്കറിയില്ല. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം. അതെ, AC റൂമിന് 1500 രൂപ, നോൺ AC 500 രൂപ. ഏത് റൂമാ വേണ്ടേ? നോൺ AC മതി. നോൺ AC വിത്ത് ബ്ലാങ്കറ്റ്. ഇത് നോൺസെൻസ്, ഇത് കോടതിയാണിത്. സത്യം ജയിച്ചാ ഞാൻ. റൂട്ട് മാറിപ്പോളത്. അതല്ലേ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്.
യുവർ ഓണർ മിസ് മഞ്ഞുമൽ ഗീത, യെസ്. നിങ്ങളുടെ പരസ്യം കണ്ട് ഇയാളുടെ മുടി പോയി. പരസ്യം കണ്ട മുടി പോവോ? നിങ്ങളെ പരസ്യം കണ്ടിട്ട് എന്റെ മുടി മാത്രമല്ല പോയത്, ഞാൻ കെട്ടായിരുന്ന പെണ്ണ് വരെ കളഞ്ഞിട്ട് പോയി. അറിയോ? മിസ് ഗീത, നിങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ടോ? ഞങ്ങൾ പരസ്യത്തിൽ അഭിനയിക്കാറ് മാത്രമേ ഉള്ളൂ സാറേ, ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിക്കാറേയില്ല? ഉപയോഗിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ എണ്ണയിൽ വിശ്വസിക്കുന്നുണ്ടോ? എണ്ണയിൽ എനിക്ക് വിശ്വാസമില്ല, പക്ഷെ ഈ നിൽക്കുന്ന തുളസി എണ്ണയിൽ എനിക്ക് ഭയങ്കര വിശ്വാസം. പഴങ്കിലും എന്നെ വിശ്വസിച്ചല്ലേ നീ? ഓ അണ്ണ. അതെ, ഇപ്പൊ ഈ എണ്ണയുടെ പരസ്യം കൂടാതെ വേറെ ഏതെങ്കിലും പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? അയ്യോ ഉണ്ട്. ഉണ്ട്. ഉത്തുംഗ ശൃംഗാതി ഉമിക്കിരി എന്ന് പറയുന്ന പരസ്യത്തില് ഭയങ്കര മോഡലാണ്. ഉമ്മക്കിരി ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരസ്യമുണ്ട്, കണ്ടിട്ടുണ്ടോ? അതൊരു കാര്യം ചെയ്, ഈ കോടതിയുടെ എല്ലാ വാതിലും തുറന്നിട്ടേര്. ഈ പല്ല് പോയ കുറെ എണ്ണം കയറി വരും, മിസ്സിംഗ് കേസ് എന്നും പറഞ്ഞു. ഓ കഷ്ടം. അതെ, എങ്ങനെയെങ്കിലും ഒന്ന് അതെ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ഒതുക്കി തരണം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതെ, വിധി പറ. എന്റെ ഭാര്യ എന്റെ 2 പിള്ളേരെ ഇട്ടിട്ട് ഒരുത്തോട് ഒളിച്ചോടി പോയി. അയ്യോ, ഞാനതേ കിടക്കാൻ സ്ഥലമില്ലാതെ അരൂര് ജംഗ്ഷനിൽ ഒരു കടയുടെ തിന്നാലേ കിടക്കുന്നേ. അയ്യോ, മഴ പെയ്തിട്ട് കിടക്കാൻ സ്ഥലമില്ല. ഒരു കഷ്ടം ബ്രെഡിന് വേണ്ടി ഞാനും ഒരു പട്ടി കൂടെ എന്നും കടിപിടിയാണ്. എന്റെ വിധി, എന്റെ വിധിയേ. സാറിന്റെ വിധി പറയാനല്ല, ഈ കേസിന്റെ വിധി ഒന്ന് പറയാൻ. അയ്യോ, അത് ശരിയാണല്ലോ. അപ്പൊ ഈ കേസിന്റെ വിധി ഞാൻ പറയാണ്. കാട്ടിൽ കയറി മൃഗങ്ങളെ കൊന്ന വകയിൽ 4 ലക്ഷം രൂപ, 2 വ്യാജ എണ്ണ വിറ്റു 4 ലക്ഷം രൂപ, എല്ലാം കൂടെ 12 ലക്ഷം രൂപ കോടതി കെട്ടിവെച്ചിട്ട് നീ പോകും. 8 ലക്ഷം അല്ലേ? പിന്നെ 12 ലക്ഷം ഞാൻ അടക്കണത്? 4 ലക്ഷം രൂപ എനിക്ക്. സാറിന് എന്തിനാ 4 ലക്ഷം രൂപ? എടാ, നിന്റെ വൃത്തിയായിട്ട എണ്ണ ഞാനും മേടിച്ച് തേച്ച്, ഇതിനാരും നഷ്ടപരിഹാരം ചെയ്യണ. ക്ലൈമാക്സ് സൈലൻസ് എന്നാ? അല്ല, ഇതാണ് യഥാർത്ഥ ക്ലൈമാക്സ്. ക്ലൈമാക്സ് 3, 4. തന്നാനേ താനേ തനത കൊട്ട് തന്നാനേ. ഓക്കെ, ഒന്ന് തുടങ്ങിയാലല്ലേ കൊട്ടാൻ പറ്റുള്ളൂ. വരട്ടെ. തന്നാനേ താനേ തര തന്താനേ താനേ തന്താനേ താനേ തര തന്താനേ താനേ താനേ തര തന്താനേ താനേ 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 തര തന്താനേ താനേ തന്താനേ താനേ തര തന്താനേ താനേ തന്താനേ താനേ തര തന്താനേ താനേ. ഹലോ 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 ഹലോ, തന്താനെ 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 നിർത്തിക്ക്, നിർത്ത്. എന്താ ഉദ്ദേശം? സോറി, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ പരിപാടി അല്ല, മൈക്ക് ഓഫിയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്തയ്ക്ക് വിളിക്കുന്ന ആർക്ക് കേൾക്കാനാണ്? ചുമ്മാ ഇങ്ങനെ ഒന്ന് തന്തയ്ക്ക് വിളിക്കാമോ? മനസ്സിലായി അപ്പൊ കുട്ടന് കാര്യം വിളിക്കുന്നത്. അതായത് ഈ കുട്ടികളുടെ നാടൻ പാട്ടിന് കണക്ഷൻ കൊടുക്കാനായിട്ട് വന്ന് നിൽക്കാന്ന് മനസ്സിലായി. അതിനിങ്ങനെ തന്താനേ തന്താനേന്ന് വിളിച്ച് തന്തയ്ക്ക് വിളിക്കുന്നത്. ഒരു ഓളത്തിന് ഞാൻ ആദ്യം പാടുന്നു, അതിനനുസരിച്ച് ആ ഒഴുക്കിൽ ഇവരങ്ങനെ പാടുന്നു. അപ്പൊ ഞാൻ പറയുന്നു ഇവരെന്ന് പറയുന്നത് വലിയ ആൾക്കാരാണ്. ആരുടെ ഓളത്തിന്? എന്റെ ഓളത്തിനനുസരിച്ച്. പക്ഷെ നമുക്ക് തോന്നണ്ടേ? കിട്ടിയില്ലാത്തൂര അതൊക്കെ ഓളമുള്ളൊരു കൊച്ചാന്ന് മനസ്സിലായി. പക്ഷെ അത് പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇവരുടെ വില കൂടി കളയരുത്. ഇവര് ഭയങ്കര നാഷണലൊക്കെ പോയി ഭയങ്കര അവാർഡൊക്കെ വാങ്ങിയ വലിയ ആൾക്കാരാ. ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ അതിലുള്ള എക്സൈറ്റ്മെന്റിലാണ്. അവരുടെ പാട്ട് കേൾക്കാൻ, അവരുടെ പെർഫോമൻസ് കാണാൻ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ. അപ്പൊ അത് കളയാതെ ഇങ്ങോട്ട് പോരിയാ, ഇവിടെ വരിക. ഞാൻ അങ്ങോട്ട് വരാം. വളരെ നല്ല അടിപൊളിയായിട്ട് ഈ ക്ഷീണം അങ്ങ് മാറ്റി കൊടുക്കണം. ഓക്കെ, ഒന്ന് സാരി താത്തിട്ടോട്ടെ, കണ്ടോട്ടെ, അറ്റ്ലീസ്റ്റ് കോസ്റ്റ്യൂമെങ്കിലും കണ്ടോട്ടെ അവര്. താങ്ക് യു. ദൈവം വാഴണം വാഴേണം വാഴേണം ദൈവമേ, ദൈവം വാഴണം വാഴേണം വാഴേണം ദൈവമേ, ദൈവം വാഴണം വാഴേണം വാഴേണം ദൈവമേ, ദൈവം വാഴണം
Masters presenting before you Melomaniac Music Win. എങ്ങനെയുണ്ട് എന്റെ പിള്ളേര്? അയ്യോ ഗംഭീരല്ലേ. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അടിപൊളി. അവിടെ നിന്ന് വരുന്ന എനർജി ഉണ്ടല്ലോ, അതിവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ആ ഋതമാണെങ്കിലും നിങ്ങളുടെ സിങ്ക്രണൈസേഷൻ ആണെങ്കിലും നിങ്ങളുടെ സിംഗിങ് ആണെങ്കിലും എല്ലാം, അതായത് 10 പേര് നിന്ന് പാടുന്നത് ഒറ്റ ട്രാക്ക് പോലെയാണ് നമുക്ക് ഇവിടെ ചെവി കേട്ടത്. അത്രയ്ക്ക് പ്രോപ്പർ സിങ്ക്രണൈസേഷൻ ആൻഡ് ആ ഋതം ഇങ്ങനെ മാറി മാറി വരുന്നതും, നിങ്ങൾ ഒരു സ്ഥലം പോലും ആ കോർഡിനേഷൻ ഒന്നും, അത് നിങ്ങളുടെ പ്രാക്ടീസ് ആണ്. അത് കാണുമ്പോൾ പറയാം നിങ്ങളുടെ പ്രാക്ടീസ് അത്രയും നിങ്ങൾ, എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുള്ള പരിചയം കാണും എല്ലാവർക്കും തമ്മിൽ അല്ലേ. അപ്പൊ അത് ആ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ സോങ്ങിൽ, അത് കാണുന്നുണ്ട്. യു ആർ വെരി കോൺഫിഡന്റ് എല്ലാം. എല്ലാ മലയാളികളുടെ അഭിമാനങ്ങളാണ് നിങ്ങൾ. അതെ അതെ അതെ. കാരണം കേരളത്തിന് വേണ്ടി സമ്മാനം അടിച്ചോണ്ട് വന്നില്ലേ ഈ പാട്ടിലൂടെ. ഗംഭീരായി. കാരണം നിങ്ങളുടെ ഓരോ കണ്ണു പോലും ഒരുപോലെയാ പോകുന്നത്, നോട്ടവും ചിരിയും. അത്ര എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലമായി നിങ്ങൾ ഒരുമിച്ച് അല്ലേ പെർഫോം ചെയ്ത് അങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ടീം സെറ്റപ്പ് എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. കോസ്റ്റ്യൂം ഇത് തന്നെയായിരുന്നോ നിങ്ങളവിടെ പെർഫോം ചെയ്യുമ്പോൾ? നമ്മളുടെ നാഷണൽ ചെയ്തതും ഓരോ പൊസിഷനിലും നമ്മൾ ഓരോ കോസ്റ്റ്യൂമാണ് കൊണ്ടുവന്നത്. അപ്പം നാട്ടിലാണെങ്കിൽ അതിന് പാട്ടിനാണ് കോൺസെൻട്രേഷൻ ചെയ്യുക, കോസ്റ്റ്യൂം എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ നാഷണലിലേക്ക് വരുമ്പം അവിടെ കോർഡിനേഷൻ, പിന്നെ സ്റ്റേജ് നിറഞ്ഞു നിൽക്കണം, ആ ഒരു കാഴ്ച ഭംഗിയിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെതായ എന്തെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സാണോ നിങ്ങൾ ഇട്ടത്? അതെ, നമ്മൾ തെയ്യത്തിന്റെ ഒരു വേറൊരു വെറൈറ്റി ആയിട്ട് ജസ്റ്റ് ഒരു ബ്ലൗസും 2 മുണ്ടും എന്നുള്ള രീതിയിൽ വരുന്ന ഹാഫ് പോർഷൻ നമ്മളെ തെയ്യത്തിന്റെ മുഖവരൊക്കെ വരച്ചിട്ടായിരുന്നു നമ്മൾ കയറിണ്ടായിരുന്നത്. എവിടെ വെച്ചായിരുന്നു മത്സരം? മഹാരാഷ്ട്ര. എത്ര സ്റ്റേജ് കഴിഞ്ഞാണ് നിങ്ങൾ നാഷണൽ ലെവൽ വരെ എത്തുന്നത്? മുനിസിപ്പാലിറ്റി, പിന്നെ ജില്ല, സ്റ്റേറ്റ്, നാഷണൽ. നിങ്ങൾ എല്ലാവരും ഒരു മുനിസിപ്പാലിറ്റി? അതെ, നമ്മള് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലുള്ള പെടുന്ന ആൾക്കാരാണ്. കൊയിലാണ്ടി ചേട്ടാ, കൊയിലാണ്ടിക്കാരുടെ ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം എന്ന് വെച്ചാൽ എന്റെ ബാൻഡിലുള്ള എനിക്ക് തോന്നുന്നു 7 പേരടങ്ങുന്ന ബാൻഡിൽ 5 പേരും കൊയിലാണ്ടിക്കാരാണ്. കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ. നിഹാലേട്ടൻ ഫ്ലൂട്ട് വായിക്കുന്നു. അതെ അതെ അതെ. നിഹാലുണ്ട്, ഹരിയുണ്ട്, അബിയുണ്ട്, ജൈവിനുണ്ട്, ഇവരെല്ലാരും കൊയിലാണ്ടിക്കാരാണ്. ഒരാള് വയനാട്. അതെ. അപ്പൊ ഇവരെയും കൂടെ അങ്ങ് ദത്തെടുത്തു? പിന്നെ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ കുറെ ഐഡിയാസ് ഇങ്ങനെ പോയി കേട്ടോ. എന്നെങ്കിലും എന്റെ ബാൻഡിൽ ഞാൻ ഫീച്ചർ ചെയ്യാൻ നിങ്ങളെ വിളിക്കും. ചേട്ടാ എന്നാ വേണമെങ്കിൽ ഞാൻ 2-3 പെർഫോമൻസും കൂടെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ. സന്തോഷം. എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. എന്താണോ? ഈ പ്രോഗ്രാമിന്റെ ആദ്യം ഒരു കുട്ടി ഒറ്റയ്ക്ക് വന്ന് നാടൻ പാട്ടെന്നും പറഞ്ഞ് എന്തോ ഒരു സംഭവം ചെയ്തില്ലേ, അതിനെ ഫീച്ചർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ആ കുട്ടി ഒറ്റയ്ക്ക് പാടട്ടെ, അതാണ് നല്ലതെന്ന് എനിക്ക്. ഇല്ല, എടുക്കുന്നില്ല. അത് വന്നാ പൊളി. ഉറപ്പല്ലേ? അതായത് ഈ 10 പേരെടുത്താൽ ആ ഒരൊറ്റയാൾ എടുക്കില്ല ഞാൻ. അങ്ങനെയല്ലേ? അത്ര നന്നായിട്ട്. നിങ്ങളൊരു കാര്യം വിചാരിക്കണം, ആ ഒരൊറ്റ വ്യക്തി കാരണമാണ് ബാക്കിയുള്ളത് അടിപൊളി ആയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി കൂടെ അങ്ങ് തകർത്ത് നിങ്ങൾ ബാക്കി ടീമിനെയും കൂടെ വിളിച്ച് ഞെട്ടിക്കും വരെ. വിളിച്ചോ. la 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 la
സൂപ്പർ താങ്ക് യു മാസ്റ്റേഴ്സ്. പൊളി പൊളി. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ആൾക്കാര്? ഫോർ എ ചേഞ്ച് സൂപ്പർ ഇതാണ് നാടൻ പാട്ട്. നിങ്ങൾ കിടിലമായിരുന്നു. ഇവരുടെ ടീമിന്റെ പേര് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ. മെലോ മാനിയാക് മ്യൂസിക് വിൻ. ആരാ ഇത്ര ചെറിയ പേരിട്ടത്? കാറ്റടിച്ച പോലെ തണുത്ത് കുളിർന്നു. പേപ്പറിൽ എഴുതി വെച്ച എന്നെക്കാളും നീളമുണ്ട്. കൂട്ടുകാരികളെ പൊളിയായിരുന്നു. വെറും പൊളിയല്ല, മാരക കാട്ടുപൊളി. ഭയങ്കര യുണീക്ക് ആയിരുന്നു, ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. നാഷണൽ ഇതിൽ ഫസ്റ്റ് കിട്ടിയ എത്ര ടീം ഉണ്ടായിരുന്നു? 25 ടീമിൽ ത്രൂ ഔട്ട് ഇന്ത്യ. അതെ, അല്ലേ? ത്രൂ ഔട്ട് ഇന്ത്യ 25 ടീമിൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളം. 14 വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് 14 വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് ഒന്നാം സ്ഥാനം കൊണ്ടുവന്ന ടീമാണ് ഞങ്ങൾ. ഒരു ഗേൾസ് ബാൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മാത്രമായിരിക്കുമല്ലോ ഉണ്ടാവാ? അവര് നിൽക്കുന്നത് അല്ലല്ല, അങ്ങനെ അല്ല. എനിക്ക് അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ആണോ നിങ്ങൾ എപ്പോഴും ഓർക്കസ്ട്രേറ്റ് ആണോ എപ്പോഴും എല്ലായിടത്തും പോകുന്നത്? ഇല്ല, അവരില്ല, ഞങ്ങൾ ഹേ മിസ്റ്റർ, നിങ്ങൾ ഞാനത് മക്കളെ, നിങ്ങളില്ലായിരുന്നു അവരുടെ കൂടെ? ഫസ്റ്റ് പേർക്ക് ഞങ്ങൾ വേണമെങ്കിൽ തന്നെ പോയിട്ടാ വന്നത്. ഞങ്ങളല്ല, അവര് പോയിട്ടാ വന്നത്. മനസ്സിലായില്ലേ? ഇതിലൊരു ടീം ലീഡർ ഉണ്ടാവില്ലേ, അതാരാണ്? അങ്ങനെ ടീം ലീഡിംഗ് ആയിട്ടൊന്നുമില്ല. ഞങ്ങൾ 10 പേരും ലീഡിംഗ് സിംഗേഴ്സ് ആണ്. പുറകെ ആരോ പറഞ്ഞു ഞാനാ ലീഡർ എന്ന് എന്റെ അടുത്ത്. ഇല്ല, ഞങ്ങൾ 10 പേരും ലീഡർ. ഇല്ല, ആരോ എന്റെ അടുത്ത് പറഞ്ഞു. ഇവ ഈ സൈഡിലാണോ ആരെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞാനാ ലീഡർ. ബാക്കിയുള്ളവരങ്ങനെ പറയും. ഇതൊക്കെ പറഞ്ഞല്ല, തെയ്യം ചെയ്ത ചേട്ടന്റെ പെർഫോമൻസ് എടുത്തു പറയണ്ട കേട്ടോ. ഗംഭീരായി. അങ്ങയുടെ പേരെന്താണ്? എൻ്റെ പേര് സന്തോഷ്. സന്തോഷ് കരിപ്പൂർ. എവിടെയാണ് വീട്? ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ. അപ്പോൾ എനിക്കും മനസ്സിലാകാൻ എനിക്ക് തോന്നിയത് ഈ ഒരു കലാരൂപത്തിൽ അങ്ങ് അവിടെ ഒരുപാട് വേദികളും അമ്പലങ്ങളിലും ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരാളാണല്ലോ. എത്ര വർഷമായി ഈ തെയ്യം? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ല, ഈ തെയ്യം ഫീൽഡിൽ ഇല്ല ആളല്ല. ആ സമുദായത്തിൽപ്പെടുന്ന ആളല്ല. ഞാനൊരു ഡാൻസ് മാസ്റ്ററാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, നാടൻപാട്ട് കലാകാരനും കൂടിയാണ്. അപ്പൊ എന്നെ കൊണ്ട് അങ്ങനെ സംശയം ചോദിപ്പിച്ചപ്പോ തന്നെ അങ്ങ് ചെയ്ത പെർഫോമൻസിന്റെ ഒരു മികവ് എത്രയാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഗംഭീരായിരുന്നു. ഇത് അതുപോലെ എടുത്തു പറയേണ്ട കാര്യമില്ലേ നമ്മുടെ ചേട്ടന്മാര്? അടിപൊളിയായി തകർത്തുകൾ. ഞാൻ വരും. നമുക്ക് ഇവരൊക്കെ വേഗം പരിചയപ്പെടണ്ടേ? വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ സിംഗേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. പറഞ്ഞോ, പേര് പറഞ്ഞോ. എൻ്റെ പേര് മിഥുന, ഹൗസ് വൈഫാണ്. മിഥുന. അവിടെ പ്രായപരിധി ഉണ്ട്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായപരിധി ഉണ്ട്. നിങ്ങൾ എല്ലാരും പിന്നെ ഒരു കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണോ? അല്ല, ഞങ്ങൾ എല്ലാവരും കോഴിക്കോട് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന. കൊയിലാണ്ടി. സൂപ്പർ. ശരി, അടുത്ത ആളുടെ പേര് പറഞ്ഞോ. എന്റെ പേര് ശ്രുതി. ഞാൻ ഇപ്പൊ PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം കേട്ടതില്ല. ഓക്കെ, നെക്സ്റ്റ്. എൻ്റെ പേര് കാർത്തിക. ഞാൻ ഇപ്പം നഴ്സിംഗിന് പഠിക്കുകയാണ്. നെക്സ്റ്റ്. എന്റെ പേര് അനൈന. ഞാനിപ്പോ TTC കഴിഞ്ഞു. ഇപ്പോ സംസ്കൃതത്തിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അടുത്തയാള് അനുരത്ന, ടീച്ചറാണ്. ടീച്ചറാണ്. ഏതാ സബ്ജക്ട്? ഏതാ? എന്ത് ടീച്ചറാ? നല്ല ടീച്ചർ കാണാൻ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ആണോ? പക്ഷെ ടീച്ചറിനെ ഇഷ്ടപ്പെട്ടില്ലേ? ടീച്ചർ കൊള്ളാം. നെക്സ്റ്റ്. എന്റെ പേര് അനീന. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഏറ്റവും യങ്ങസ്റ്റ് പുള്ളിക്കാരി. അല്ല, നമുക്ക് നോക്കാതെ ഇനി ഒരു സെറ്റ് മൊത്തം പറയാൻ കിടക്കുവാ. എൻ്റെ പേര് മേഘ്ന. ഞാൻ PG കഴിഞ്ഞു. സൂപ്പർ. എന്റെ പേര് അനാമിക. ഞാൻ ഇവിടെ RLV കോളേജിൽ BA മ്യൂസിക് പഠിക്കാം. അടിപൊളി. കൃഷ്ണേന്ദു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ. എന്റെ പേര് സ്വാതി. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാടാ. നമ്മുടെ ടീമിനെ കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാലും മതി. ഞങ്ങളുടെ തകില് വായിക്കുന്നത് വിഷ്ണു ചേട്ടൻ. തൃശങ്ക് എന്ന ഫേമസ് ബാൻഡിലെ ഒരംഗാണ്. ചെണ്ട വായിക്കുന്നത് വിഭിഷാദ്. അവർ രണ്ടുപേരും തൃശങ്ക് എന്ന് പറഞ്ഞ ബാൻഡിലെ അംഗാണ്. പിന്നെ അലൻ. ഹലോ. അലൻ ഇനി പറയാം, കോമഡി മാസ്റ്റേഴ്സിന്റെ ആളാണ്. ഗിറ്റാർ വായിക്കുന്നത് സുധിൻ ചേട്ടൻ. ആള് ഒരു മാഷാണ്, കോളേജില് പഠിപ്പിക്കുന്ന. ഇത് കീബോർഡ് വായിക്കുന്നത് ഹരിപ്രസാദ്. സൂപ്പർ സൂപ്പർ. ടീമിനെ മൊത്തം നമ്മൾ പരിചയപ്പെട്ടു. സന്തോഷമുണ്ട്. ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. ഞങ്ങളെ ഈ നിലയിൽ ഇവിടെ എത്തിച്ച ഞങ്ങളെ ഒരു സാരഥി ഉണ്ട്, രാജീവ് സാർ. സാറിനെ ഒന്ന് വേദിയിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് രാജീവൻ. 26 വർഷമായി നാടൻപാട്ട് രംഗത്താണ്. പഴയ തലമുറയിൽപ്പെട്ട കുറെ പാട്ടുകളൊക്കെ ശേഖരിച്ച് ഇവരെ 8ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു വരുന്നതാണ്. എല്ലാ വർഷവും സംസ്ഥാന തലത്തിൽ ഈ സെയിം ടീമിനെ.
അങ്ങനെ തിരഞ്ഞെടുത്ത ആ കൂട്ടുകാരാണ് ഇപ്പോൾ ദേശീയ തലത്തിലും 1ാം സമ്മാനം നേടിയിട്ടുണ്ട്. എൻ്റെ കൂടെ പ്രജീഷ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം അതിന് സുഖമില്ലാത്തതുകൊണ്ട് വരാനാണ്. കൊയിലാണ്ടിയാണ് സ്വദേശി. താങ്ക് യു. എല്ലാ ഭാവുകങ്ങളും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു കിഡിലം ഷർട്ടാണ് മാഷിനും പിള്ളേർക്കും കൂടെ ആയിട്ട് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്ത് തരാണ്. ഇപ്പൊ തൽക്കാലം മാഷിന് നൽകുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ടും ഗംഭീരമാവട്ടെ യാത്ര, അടിപൊളിയാവട്ടെ. ഹലോ ബ്രോ, നിങ്ങൾ എന്താണത്? നിങ്ങൾ ഇവിടെ ഡ്രാമാറ്റിക് കാണാൻ വന്നിരിക്കണത്? നമ്മളിവിടെ സൗണ്ട് കേൾക്കേണ്ടത്. നമ്മളൊരു ലെവൽ ചോദിക്കുമ്പോ നിങ്ങൾ ലെവൽ തപ്പായത്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മൾ സൗണ്ട് അല്ലേ ചോദിക്കണം, സിംഗ് ചെയ്യണ്ട നമുക്ക്. ഞാൻ മൈക്ക് കൊടുത്തിട്ട് പാട്ടിന് പോവാം. ഞാൻ പാടുന്നില്ല പോരെ, പണിക്ക് പോവാം ഞാൻ. The confusion of the difficult part of the mighty system of മനസ്സിലായ? ഇങ്ങനെ പാട്. No, that's really My bad. mistake is my difficult very different man. No, what you're doing right now is really bad. I'm telling you. That's really bad. ഞാൻ ടിവി ചോദിക്കുമ്പോ അതേ ലെവലിൽ എനിക്ക് ടിവി തരണം. വീഡിയോ അല്ലേ ഞാൻ ചോദിച്ചു? ടിവി ചോദിച്ചിട്ടില്ലേ? അല്ല, ഇങ്ങനെ മൈക്കൊക്കെ എടുത്തറിയാമോ? ബായ്, ഞങ്ങളല്ലേ, ഞാനൊക്കെ അങ്ങയുടെ ഭയങ്കര ആരാധകനാണ്. 3 മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക അങ്ങയുടെ പ്രോഗ്രാമിന് വേണ്ടിട്ടേ. ഇപ്പൊ മൈക്ക് പോയല്ലോ, എന്നാലും ഒരു 2 വരി പാടാവോ? മൈക്ക് എനിക്ക് പ്രശ്നമില്ല. കുറെ നാളായി കണ്ടിട്ട്, അതാണ്. കുറച്ചാളില്ലായിരുന്നു. എവിടെയായിരുന്നു? ജയിലിലായിരുന്നു. എന്ത് പറ്റി? കഞ്ചാവ് കേസ്. എവിടെയോ കഞ്ചാവ് വെച്ചാൽ എന്നെ പിടിച്ച് അത്തേക്കണം. അല്ല, എവിടെയോ കഞ്ചാവ് കടത്തിയാണ്, നിങ്ങൾ എന്തിനാ പിടിക്കുന്നത്? എന്റെ മടിയിലായിരുന്നു വെച്ചിരുന്നത്. അവിടെ നിർത്തേക്കണം. 10 ഗ്രാം കുറവായിരുന്നു 2 കിലോയ്ക്ക്. അതിനാണ് ചുമ്മാ പിടിച്ചാത്തേക്കണ. സൗണ്ട് കാണേണ്ടത് കേട്ടോ. കൂൾ ഡൗൺ, കൂൾ ഡൗൺ, റിലാക്സ്. റിലാക്സ്, 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 റിലാക്സ്. ഓക്കെ ഗയ്സ്, തുടങ്ങാൻ പറഞ്ഞോ? Okay, yes. അരിയില്ല, പയറില്ല, അടുപ്പാണ്, പുകയില്ല. അരിയില്ല, പയറില്ല, അടുപ്പാണ്, പുകയില്ല. അടുപ്പിലൂതുന്നവന്റെ അടുത്തിരുന്നൂതരുതേ. കടുകണ തീരയില്ല, കടമണ കഴിയില്ല, പഞ്ചസാര ഒട്ടുമില്ല, ഷുഗർ ആണല്ലോ. ഷുഗർ ആവല്ലോ. ഇവനെയൊക്കെ പടച്ചു വിട്ട ആണ്ടവന് 10ൽ 10. ചൊല്ലു മീനാക്ഷി, ചൊല്ലു മീനാക്ഷി, ഇല്ലു മീനാക്ഷി, ഇല്ലു മീനാക്ഷി. മതി 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 മതി. എന്നാ മൈക്കില്ല പാടിട്ട. മൈക്ക് സൗണ്ടില്ല, നമ്മളില്ല, പരിപാടിക്കില്ല. അല്ല, അപ്പൊ പോവാണോ? അത് കുഴപ്പമില്ല. ഇയാളെ അവിടുന്ന് ആ സ്റ്റേജിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഒരു മൈക്ക് കൊണ്ടുപോയില്ലേ? ആ മൈക്കുമായിട്ട് ഇങ്ങോട്ട് വരാവോ കേട്ടോ. ഓഡിയോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചേട്ടൻ ആരാന്നറിയാവിടെ ബ്രോ? നീ ആരാണെങ്കിലും നീ മൈക്കില്ലാതെ ഇവിടെ വന്നാൽ നിന്റെ കാലല്ലേ ഓടിക്കും. കാര്യമായിട്ട് പറഞ്ഞായിരിക്കുവോ? പിന്നെ ആയിരിക്കും. ഒരു മനുഷ്യന്റെ കാലൊക്കെ തല്ലി ഓടിക്കും. അല്ല, അങ്ങനെയല്ല. മൈക്ക് എറിഞ്ഞത് തെറ്റാണ്. നമ്മുടെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റിലെ ചേട്ടൻ വരാം, അവർക്ക് അത് തിരിച്ചു കൊടുക്കാന്നുള്ളത് നമ്മുടെ സൈഡിൽ നിന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? മൈക്കൊക്കെ എടുത്തെറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അല്ല, ആ ഏരിയയിലെങ്ങാനും വീടൊന്നും നോക്കൂ. മൈക്കോ കാണുന്നില്ല ഇവിടെ ഒന്നും. മൈക്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് വരാവൂ. ഞാൻ തപ്പിക്കോ, ഞാൻ ഇവിടെ നോക്കാം. ഇറങ്ങി തപ്പിക്കോ. നമുക്ക് എന്താ വൈൻഡപ്പ് ചെയ്യാം. ഡ്യൂബ്സൈഡ് തപ്പിക്കോട്ടെ. പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത ദിവസം മനോഹരമായ ഒരു എപ്പിസോഡ് വഴി ഞങ്ങൾ വരുന്നതായിരിക്കും. ഹെൽപ്പ് ചെയ്യണോ? നമുക്ക് പോവാല്ലേ? നമുക്ക് ഇറങ്ങാം. ഇല്ല, ഇവിടെ ഇല്ല. കിട്ടിയോ? കിട്ടി. ഓടിക്കൊണ്ട് കൊടുക്കും. ശരി, എന്നാ ഞങ്ങൾ പോവാണേ. ബ്രോ